വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തനി നാടൻ നെയ്യപ്പം. ഞാൻ മുളയരി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പമാണത്. ഇത് ഞാൻ കുറച്ച് മുളയരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. നല്ലതുപോലെ അത് കുതിർന്ന് വരണം. അപ്പോൾ രാത്രിയൊക്കെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചാലുള്ളൂ നമുക്ക് രാവിലെ അത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് പച്ചരി വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഈ മുളയരി കഴുകി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ ചെയ്യുക, ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്നര അരച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ പറഞ്ഞാൽ നല്ല നൈസായിട്ട് അരയേണ്ട, ചെറുതായിട്ട് ചെറിയ തരിയൊക്കെ ഉണ്ടാകണം. അപ്പോഴുള്ള നെയ്യപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ശർക്കര എടുക്കാം. ഇതൊന്ന് പാനിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര പാനി എടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പമാണ്. നല്ല ടേസ്റ്റുമാണ് അതിന്. ഇതുപോലെ നമുക്ക് പച്ചരി വെച്ചിട്ട് പിന്നെ ഉണങ്ങലരി വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഈ മുളയരി കിട്ടിയപ്പോൾ അത് വെച്ച് ചെയ്തതാണ്. മുളയരി നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് അതിന് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഒരു 3 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദപ്പൊടി വേണ്ടവർക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അതിൽ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഗോതമ്പ് പൊടിയാണ്. ഇനി ഒരു 3 ടീസ്പൂണും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം മാവ് നല്ലതുപോലെ ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ കറുത്ത എള്ള് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് ഉപ്പ്, ഇനി ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. കുറേ ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഞാൻ ആകെ 1/2 മണിക്കൂറേ വെക്കണുള്ളൂ. ഇതിപ്പോൾ 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കണം. ഞാൻ സ്റ്റൗവിൽ ഒരു കടായി വെക്കുകയാണ്. അതിൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ മാവൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നെയ്യപ്പം പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന്. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു നെയ്യപ്പമാണ്. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗം നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓയിലിൽ നിന്നെടുത്ത് മാറ്റാം. ഉണ്ടോ, നല്ല പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെയുള്ള നെയ്യപ്പം. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, അതുപോലെ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, നല്ല നല്ല കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതുപോലെയാണ് ഇത് നെയ്യപ്പം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട് എല്ലാവരും. നല്ല ടേസ്റ്റായിട്ട് നല്ല നെയ്യപ്പമാണ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.